മോനെ ആകാശം ആകാശം ഇല്ല, പക്ഷെ ആകാശമുണ്ട്. അങ്ങനെ ഒരു ആകാശം ഇല്ല, പക്ഷെ ഇവിടെ ആകാശമായി. ആകാശം ഇല്ല, ആകാശമായി. സ്കൈ ഷോപ്പടാ, സ്കൈ നമ്മൾ വാങ്ങിച്ചെന്ന്. എന്താ ഈ കുഞ്ഞു സാധനത്തിനൊക്കെ മാക്രോ ഫോട്ടോ എടുക്കാം. മാക്രോയിൽ കറക്റ്റ് കോൺട്രാസ്റ്റൊക്കെ കറക്റ്റാണ് കാണിക്കുന്നത്, കൂടുതലൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വന്നതിന് ശേഷം മാക്രോ ഫോട്ടോഗ്രാഫി മോനെ സീനെന്ന് പറഞ്ഞാൽ സീന് കിട്ടില്ല. ഗൈസ് ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്നോ എന്ന് പറയുന്ന ഫോണിൽ നിന്നാണ്. അപ്പോൾ ആ ഫോണിൻ്റെ ഒരു ഡുവൽ മോഡിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ക്വാളിറ്റി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെക്നോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്യാമോൺ 5G എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോണാണ്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബ്ലാക്കിൽ പറഞ്ഞ വേറൊരു ടെക്സ്ചറാണ് ഇതിൽ പറഞ്ഞത്. ഒരു ലെതർ ടൈപ്പ് ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ ബാക്ക് പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ സൗണ്ടൊന്നുമില്ല, നോക്കിയോ, അങ്ങനത്തെ സൗണ്ടൊന്നുമില്ല. പ്ലാസ്റ്റിക് ഗ്ലാസ്റ്റിക് അതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. സൈഡ് വരുമ്പോഴൊക്കെ ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യണുണ്ട്. പിന്നെ ചാർജിങ് പോർട്ട് ഒബ്വിയസ്ലി സി ടൈപ്പാണ്, ജാക്കുണ്ട്. പിന്നെ നമുക്ക് വോളിയം അപ്പ് ഡൗൺ, ഇതുപോലെ തന്നെ ലോക്കും ഇതിൽ തന്നെയാണ് പറഞ്ഞത്. നമുക്ക് 2 ക്യാമറ അതാ ഇവിടെ പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് RGBW 64 മെഗാ-പിക്സൽ OIS ക്യാമറയാണ് ഇതിൽ പറഞ്ഞതെന്നുള്ളത്. ഈ RGBW എന്ന് പറയുമ്പോൾ നൈറ്റ് പോർട്രേറ്റ്സ് ഒക്കെ ഇതിൻ്റെ സെൻസറിൽ നിന്ന് എടുക്കാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. സോ നമുക്കത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് കണ്ടോ, എനിക്ക് അത് അത്രയായിട്ടൊരു ഇത് തോന്നില്ല. നമ്മൾ റിംഗ് ലൈറ്റൊക്കെ മേടിക്കുമല്ലോ, ആ റിംഗ് ലൈറ്റൊക്കെ മേടിക്കുന്ന സമയത്ത് ആ റിംഗ് ലൈറ്റിനകത്തൊക്കെ നമ്മൾ ഫ്ലാഷ് കാണും പോലെയാണ് ഇതിൻ്റെ ആ ഫ്ലാഷ് എനിക്ക് ഫീൽ ചെയ്യണം. കാണുമ്പോൾ നമുക്കൊരു ഓറഞ്ചും അതുപോലെ തന്നെ വൈറ്റും ആയിട്ട് കാണുന്നുണ്ട. അതിൻ്റെ നടുക്കാണ് വേറൊരു ക്യാമറ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് നോക്കാം. ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് ഓഫ്ലൈനൊന്നും കിട്ടാനില്ല, ഓൺലൈനേ ഉള്ളൂ. അപ്പോൾ അത് ഓർഡർ ചെയ്യാനൊക്കെ ഇരിക്കുന്ന പ്ലാനിലാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഓണാക്കുന്ന സമയത്ത് നമുക്ക് ആമോലെഡിൻ്റെ ഡിസ്പ്ലേ ആണ് പറഞ്ഞത്. പ്രൊസസ്സർ പറഞ്ഞില്ലല്ലോ, പ്രൊസസ്സർ മീഡിയാടെക് ഡിമെൻസിറ്റി 8050 ആണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ആമോലെഡിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാം. നമുക്ക് 391 PPO അങ്ങനെ എന്തിട്ടാണ് പറഞ്ഞത്. അപ്പം ഇത് നല്ലൊരു വെയിലുള്ള സമയമാണ്, പുറത്താണ്, നമ്മുടെ നാട്ടിൻ പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഇത്രയും നോക്കിയാൽ മതി. കാരണം ഇപ്പം ഫോൺ എടുത്തതേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി തന്നെ പീക്കിൽ കുറയുമോ നോക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ക്യാമറ സ്മഡ്ജസ് കാര്യങ്ങളൊന്നുമില്ല, നമ്മളെല്ലാം തുടച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്യാമറ എടുക്കുന്നു. ക്യാമറ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് സെറ്റിങ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ക്യാമറ സെറ്റിങ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഷട്ടർ സൗണ്ട് ഓണാണോ ഓഫാണോ നമുക്ക് ഇത് ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രിഡ് ലൈൻ ഓണാക്കി ഇടാൻ പറ്റും. AI ഫോക്കസ് ഓണാണ്. അതുപോലെ തന്നെ ലൊക്കേഷൻ ടാഗ് കൊടുക്കാൻ പറ്റും. യൂസ് വോളിയം ബട്ടൺ അസ്, ഷട്ടർ വേണമെങ്കിൽ ഷട്ടർ കൊടുക്കാം. അതിൻ്റെ കൂടെ സൂമിൻ വേണമെങ്കിൽ കൊടുക്കാം. അത് ഒരു നല്ലൊരു സാധനമാണ് കേട്ടോ. നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സൂമിൻ കൊടുക്കാൻ പറ്റും. അത് കൊള്ളാം കേട്ടോ, അത് നൈസ് സംഭവമാണ്. ഷട്ടർ തന്നെ കിടക്കട്ടെ. HDR ഓട്ടോമാറ്റിക്കിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ടച്ച് ടു ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ക്യാപ്ചർ ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വാട്ടർമാർക്ക് നമുക്കറിയാമല്ലോ, എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും വാട്ടർമാർക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈമറുണ്ട്, ടൈമർ നമുക്ക് ഓഫ് ചെയ്യാൻ ഓണാക്കാം. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ SD കാർഡാണോ ഇൻറ്റേർണൽ ആണോ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. SD കാർഡ് ഇടാൻ പറ്റും ഗൈസ് ഇതിനകത്ത്. അത് അങ്ങനെ ഒരു ഉപയോഗമാണ്. കൂടുതലും ആരും ഇപ്പോൾ അങ്ങനെ SD കാർഡൊന്നും യൂസ് ചെയ്യാറില്ല. AI പോർട്രേറ്റ് എൻഹാൻസർ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു എഴുത്ത് അത് ഉണ്ടല്ലോ. അപ്പം പോർട്രേറ്റിന് കുറച്ചുകൂടെ യവന്മാർ ഇത്തിരി ഇത് കൊടുക്കണുണ്ട് എന്നാണ് അതിനർത്ഥം. അടുത്ത് സ്കാൻ QR കോഡ് ഓണാക്കിയിട്ട് നമ്മൾ ക്യാമറ ഓണാക്കുമ്പോൾ തന്നെ QR കോഡ് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ റീസെറ്റ് ചെയ്യാൻ പറ്റും. അത് ഓക്കെ, സെറ്റ്. അത് കഴിഞ്ഞ് ബാക്ക് ഇറങ്ങുന്നു. ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ AI ക്യാമറ എന്നാണ് കേട്ടോ പറഞ്ഞത്. കൊള്ളാമല്ലേ? ഇല്ല AI. ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത് വരാൻ പോണ S24 Ultra എല്ലാം AI ഫോൺ എന്നാണല്ലോ പറയാൻ പോകുന്നത്. അപ്പം കളർ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കോൺട്രാസ്റ്റ് കൂടുതലാണ് ക്യാമറയിൽ കൂടെ കാണുന്നത്. AMOLED ഡിസ്പ്ലേ അതിൻ്റെ ആയിരിക്കാം. ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ കാണുന്നതാണോ ഈ എടുക്കുമ്പോൾ കാണിക്കുന്ന ഫോട്ടോയാണോ ക്ലാരിറ്റി എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് തന്നെ വരുമ്പോൾ സ്ലോ മോഷൻ വരുന്നുണ്ട്. സ്ലോ മോഷൻ 1x ഉണ്ട്, 2x ഉണ്ട്. ആ ക്യാമറ സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ആനിമേഷനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് അങ്ങ് സ്വിച്ചായി പോവുകയാണ്. 1x. അടുത്ത് 120 FPS ഉണ്ട്, 240 FPS ഉണ്ട്, 960 FPS ഉണ്ട് ഗൈസ്. ദാറ്റ്സ് പൊളിയാണ്. 950 FPS. ഒരു വണ്ടി ഇതോ അങ്ങോട്ട് പോകുന്നുണ്ട്. 950 FPS നമുക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഒരു 3 സെക്കൻഡ് വീഡിയോ ആണ് നമ്മളത് റെക്കോർഡ് ചെയ്തത്. സേവിങ് ആണ്. 960 FPS എടുത്ത ഒരു വീഡിയോ. ക്ലാരിറ്റി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, വിഷയമുള്ള കേസല്ല. 960 FPS ഒന്നും അങ്ങനെ ആരും എടുക്കാറില്ലല്ലോ. അടുത്ത് 240 ഉണ്ട്, അടുത്ത് 120 ഉണ്ട്. അപ്പം ആ 120 വേണോ? 120 അത് വേറൊരു ബൈക്ക് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ബൈക്കിൻ്റെ കൂടെ 120 അത് എടുക്കാം കേട്ടോ. റെക്കോർഡ് ചെയ്യാം. അത് എടുത്തിട്ടുണ്ട്. ഓക്കെ,
120 FPS ഭയങ്കര സ്ലോ ആടാ 120 FPS. അടുത്ത വീഡിയോ മോഡാണ്. വീഡിയോ മോഡിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് 720 at 30 FPS ഉണ്ട്. അതുപോലെ തന്നെ 1080p at 1080p at 30 FPS, 1080p 60 FPS, 4K 30 FPS, 4K 60 FPS ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പ്രോസസ്സർ. നമ്മൾ ഒരു 1080p 60 റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമേ ഇപ്പോൾ ഉള്ള ആ സമയത്തൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കണ്ടേ, വീഡിയോ ക്വാളിറ്റീസ്. അപ്പം വീഡിയോ ക്വാളിറ്റി നമുക്ക് കുറച്ച് അവിടെ കുറച്ച് ഇത് കിടപ്പുണ്ട്. നമുക്ക് 1080p 60 ഒന്ന് റെക്കോർഡ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ ആണ് 1080p 60 റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോ. നിങ്ങൾ കളറ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി, സ്മൂത്ത്നെസ്സും കാര്യങ്ങളും നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ അതേ 1080p 60 2x നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളും കൂടെ നിങ്ങൾ നോക്കിയിരുന്നാൽ മതി, എത്രത്തോളം സ്മൂത്ത് ആണെന്നുള്ളത് നോക്കിയാൽ മതി. ബ്ലൂ കളറ്, ഗ്രീൻ കളറ്, അതുപോലെ തന്നെ ഇതാ ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി കേട്ടോ. 4K 30 1x 2x ഉണ്ട്. 1x നമുക്കിതാ ഇത് 4K 30 1x ആണ്. ഇത് നമുക്ക് സ്വിച്ചിങ് കാര്യങ്ങളൊന്നുമില്ല. 4K 30 നമ്മൾ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. ഗ്രീനൊക്കെ കുറച്ച് കോൺട്രാസ്റ്റ് കൂടി നിൽക്കുന്നുണ്ട്, സ്ക്രീനിൽ കൂടെ കാണുന്നതുകൊണ്ടായിരിക്കും. ഔട്ട് നിങ്ങൾ നോക്കിയാൽ മതി. സ്റ്റോപ്പ് ചെയ്തു, സേവ് ചെയ്തു. അടുത്ത് 2x ആണ്. ഇത് 2x 4K 30 FPS. നമ്മൾ ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇതാണ് ആ ഫുട്ടേജ്. പിന്നെ വീഡിയോയിൽ തന്നെ ഇതാ ഇവിടെ കൊടുക്കുമ്പം അൾട്രാ സ്റ്റഡി ഈസ് ഓൺ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. സൂപ്പർ സ്റ്റഡി മോഡ് പോലെയാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഷേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോക്കാം. നമുക്ക് അൾട്രാ സ്റ്റഡി മോഡ് 1080p 30 മാത്രമേ വർക്കാകത്തുള്ളൂ. ജസ്റ്റ് നമുക്ക് സ്റ്റഡി മോഡ് നോക്കാം. ജസ്റ്റ് ഇപ്പം നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഷേക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ചെളി വീഴുമെന്തോ. ജസ്റ്റ് ഇപ്പം നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഷേക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ചെളി വീഴുമെന്തോ. അത്യാവശ്യം ഷേക്കുണ്ട് ഗൈസ്, കുഴപ്പമില്ല, ഷേക്കുണ്ട്. അൾട്രാ സ്റ്റഡി മോഡെന്ന് പറഞ്ഞാൽ അത് ഷേക്ക് വരാനുള്ള മോഡാണ് കേട്ടല്ലോ. അടുത്ത് AI ക്യാം, അതായത് ഇതിൻ്റെ ക്യാമറയാണ് അവർ AI ക്യാം എന്ന് പറയുന്നത്. ഇത് AI എന്ന് പറയുമ്പോൾ എന്തിനെങ്കിലുമൊക്കെ ഇത് ചെയ്യുമെന്നാണ് തോന്നുന്നത്. നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കാം. പൂക്കളെ നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു. ആ ഫോട്ടോയ്ക്ക് കൊള്ളാടേ. ഒരു മിനിറ്റ്, ഫോട്ടോ എടുത്തു. നോ ഷട്ടർ ലാഗ്, ഫോട്ടോയ്ക്ക് ഷട്ടർ ലാഗില്ല. ഇതാണ് ആ ഫോട്ടോ അത്യാവശ്യം കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോട്ടോ ഒരുവിധം നൈസാണ്, പക്ഷെ പച്ചയൊക്കെ കുറച്ച് കൂടി കിടക്കണമെന്നേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2x എടുക്കാം. അടുത്ത് 2x നമുക്ക് എടുക്കാം. 2x ഇതാ ഇങ്ങനെ വെച്ചതിന് ശേഷം കണ്ട ആ AI ക്യാം എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കുന്നുണ്ട്. പ്ലാന്റ് എന്ന് പറഞ്ഞ് മുകളിൽ ഇപ്പം ടാപ്പ് ചെയ്യുമ്പോൾ നോക്കണേ, ആ പ്ലാന്റ് പോയാൽ അവിടെ നിന്ന് പ്ലാന്റിൻ്റെ ഒരു ചിഹ്നം കണ്ട. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ 2x എടുത്ത ഫോട്ടോ കൊള്ളാം കേട്ടോ. എനിക്ക് ഫോട്ടോയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദാറ്റ്സ് നൈസ്. ഫോട്ടോ എടുക്കാൻ കൊള്ളാം. ആസ്പെക്ട് റേഷ്യോ നമുക്ക് മാറ്റാൻ പറ്റും. 4:3 1:1. ദർ ഇസ് നോ 16:9 ഓൺ AI ക്യാം ഫസ്റ്റ്. അടുത്ത് AI ക്യാം 2 ദർ ഇസ് ഓൾസോ നോ സാധനം. അപ്പോൾ അതാണ് ആ ഫോട്ടോ പോർട്രേറ്റ്. ബാക്ക്ഗ്രൗണ്ട്, ബാക്ക് ലൈറ്റ്, HDR എന്തൊക്കെ ഇത് ടാപ്പ് ചെയ്യും. ഷോ ആണല്ലേ. പോർട്രേറ്റിൻ്റെ ഒരു ഫോട്ടോ ഇതാണ്. പോർട്രേറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഗൈസ്. നീ ഒന്ന് വെട്ടത്തോട്ട് നിന്നാണ്ടോ. കുറച്ച് പണി എടുക്കണം കേട്ടോ ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ. ഇതാണ് ഗൈസ് ഒരു പോർട്രേറ്റ് നമ്മളിപ്പോൾ എടുത്തത്. അപ്പർച്ചർ വാല്യൂ ഏറ്റവും കുറച്ചിട്ട് എടുത്തതാണ്. അപ്പർച്ചർ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണത് നൈസാണ്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണി എടുക്കണം, ഫോക്കസ് പിടിച്ച് അപ്പർച്ചർ വാല്യൂ കുറച്ച്. കാരണം ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഇത് ചെയ്യുന്നില്ല, സെൻസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുള്ളൂ. അപ്പോൾ അപ്പർച്ചർ വാല്യൂ കുറയ്ക്കാൻ പറ്റുന്ന നത്തിങ് ഫോൺ കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഞാൻ ഇപ്പം കണ്ടത്, അതിന് ശേഷം എടുത്ത വീഡിയോയിൽ ഇപ്പോൾ അതുകൊണ്ട്. അപ്പോൾ അത് ഓക്കെ. അതെടുത്ത് സൂപ്പർ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്ക് നൈറ്റ് മോഡ് ഇപ്പം പകലിലൊന്നും ചെയ്യാൻ പറ്റില്ല, നൈറ്റിലേ പറ്റും. നമുക്ക് ഷോർട്ട്സ് ആയിട്ട് ഇടാം. പിന്നെ പറഞ്ഞാൽ മോറിൽ വരുമ്പോൾ ടൈം ലാപ്സ് ഉണ്ട്, ഡുവൽ വീഡിയോ ഉണ്ട്. ഡുവൽ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ സാംസങ്ങിലൊക്കെ ഉള്ള പോലെ നമുക്ക് നമ്മളെ തന്നെ കണ്ടുകൊണ്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ നൈസ് സാധനം. കാരണം ആദ്യമായിട്ടൊക്കെ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപയോഗം വരും. അത് നല്ലതാണ്. ഇതിൽ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് ക്വാളിറ്റി കാണിച്ചു തരാം. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്നോ എന്ന് പറയുന്ന ഫോണിൽ നിന്നാണ്. അപ്പോൾ ആ ഫോണിൻ്റെ ഒരു ഡുവൽ മോഡിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ക്വാളിറ്റി. ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ഇവിടെ ഒരു വയലിലാണ് നിന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഒരു ബദാം മരം. കുട്ടിക്കാലത്ത് നമ്മൾ ബദാമൊക്കെ വന്ന് വീഴുമ്പോൾ തല്ലിപ്പറക്കിയെടുത്ത് തിന്നണം. ഇതാണ് നിങ്ങൾ ക്വാളിറ്റി നോക്കിയിരുന്നാൽ മതി. സൗണ്ടും അതിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. ഓക്കെ.
ആ ഡുവൽ മോഡ് ക്യാൻസൽ ചെയ്തു. തന്നെ മോറി കൊടുക്കുന്ന സമയത്ത് സ്കൈ ഷോപ്പ് എയിം സ്കൈ. എൻ്റെ അമ്മച്ചി എന്തിരുടെ ഇത് AI AI ആകാശമൊക്കെ ഇതാ മാറി മറഞ്ഞു പോകുന്നു. നോക്ക്, കാണാമോ ആകാശം വേറെ എന്തൊക്കെ കാണിക്കുന്നു ഗൈസ്. നമ്മുടെ മോനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. ഓ, അവിടെ അങ്ങനെ ഒരു ആകാശം ഇല്ല, പക്ഷെ ഇവിടെ ആകാശമായി. സ്കൈ ഷോപ്പടാ, സ്കൈ നമ്മൾ വാങ്ങിച്ചെന്ന്. അത് പൊളിയടായി. സൂപ്പർ കേട്ടോ മോനെ. ആകാശം നോക്ക്, കണ്ട മരത്തിൻ്റെ ബാക്കിൽ ആകാശം ഇല്ല, പക്ഷെ ആകാശമുണ്ട്. അമ്മട മോനെ, അത് കീഴില്ല താനും കേട്ടോ. ആൾക്കാരെ പറ്റിക്കാൻ കൊണ്ട് കളഞ്ഞാൽ മതി. അപ്പോൾ അത് കൊള്ളാടാ അത്. ഷേ, ലുക്ക് അറ്റ് ദാറ്റ്, there is no sky but here is sky. അമ്മച്ചി, അത് കൊള്ളാം. അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. അടുത്ത് ഡോക്യുമെൻറ്റ്സ്. ആ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്താൽ ഡോക്യുമെൻ്റൊക്കെ നമുക്ക് മറ്റേ ഇതായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ AR ഷോട്ട് എന്ന് പറഞ്ഞാൽ AR ഷോട്ട് എടുത്ത് നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഇപ്പം നോക്കിയോ. ഹായ് ഗായ്സ്, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. കൊള്ളാം കേട്ടോ, നൈസ്, അത് നൈസ്. പിന്നെ മോറിൽ വരുമ്പം പ്രോ ക്യാമറയിൽ നമുക്കെല്ലാം മാറ്റി തിരിച്ചൊക്കെ ഫോട്ടോ എടുക്കാം. പോർട്രൈറ്റിൽ തന്നെ നമ്മൾ അത്രയും പണിയെടുക്കണം ഫോട്ടോ എടുക്കാൻ. പിന്നെ പാനോരമ, ഇതിൻ്റെ പാനോരമ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്. ഇതൊരു വലിയ ഫയലാണ് ഗൈസ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഞാൻ എത്തുമ്പോൾ തന്നെ അൾട്രാ വൈഡ് ഫോട്ടോ ആവും. ഫുള്ളൊന്നും കൊണ്ടുപോകണ്ട. ഇങ്ങനെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ റൊട്ടേഷൻ ഓഫാണ്. ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം. സൂപ്പർ മാക്രോ, നമ്മൾ ആ മണക്കാച്ചി ക്യാമറയിലെ പരിപാടി ഇനി ഇതാ തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് മാക്രോ ഫോട്ടോ എടുക്കാം. അതാ ഈ കുഞ്ഞ് സാധനത്തിനൊക്കെ മാക്രോ ഫോട്ടോ എടുക്കാം. 4 സെൻറ്റിമീറ്റർ മതി എന്നാണ് അവർ പറയണത്. മാക്രോയിൽ കറക്റ്റ് കോൺട്രാസ്റ്റൊക്കെ കറക്റ്റാണ് കാണിക്കുന്നത്. കൂടുതലൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വന്നതിന് ശേഷം മാക്രോ ഫോട്ടോഗ്രാഫി മോനെ സീനെന്ന് പറഞ്ഞാൽ സീന് കിട്ടില്ല. എൻ്റെ മോനെ ഒളിച്ചടാ മാക്രോ ഫോട്ടോഗ്രാഫി. അവിടെ കാണിച്ചു തരാം. ഇതിലിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ മാക്രോ ക്യാം. അത് മാക്രോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലത് തന്നെ. മാക്രോ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പർ മാക്രോ എന്ന് പറഞ്ഞ മോഡുണ്ട്. നീ മറ്റേ ഇത് കണ്ടില്ലേ, സ്കൈ ഷോപ്പ് കണ്ടില്ലേ? ആകാശത്ത് ഇപ്പോൾ നോക്കിയാണോ വല്ലതും ഉണ്ടാന്ന്. ആ ഇലയിൽ അവിടെ കുറച്ച് ആകാശമല്ലേ ഉള്ളൂ. ആകാശം കണ്ട അവിടെ മൂവ് ആവണണ്ട. അതായത് ഇത് ഇവിടെ നിന്ന് ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ട കിടക്കണ ആ ഒരു സാധനം ഇത് സെൻസ് ചെയ്തിട്ടുണ്ട്. കണ്ടാ, വേറെ സാധനം കാണിച്ചു തരാം. കണ്ണെഴുതി പൊട്ടും തൊട്ട് നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, ഉണ്ടത്തെ കാളി, നിന്നെ വിറ്റ് അപ്പൊ അതൊക്കെയാണ്. അത്രേ ഉള്ളൂ ഗൈസ് ഇതിൻ്റെ ഇത്. പിന്നെ ഇവിടെ എന്തൊക്കെയാന്ന് വെച്ചാൽ അത് ലിസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അതങ്ങനെ കൊടുക്കാൻ പറ്റും. അത് കൊള്ളാം. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഫീച്ചർ. പിന്നെ ഹീറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ക്യാമറയിൽ ഇവിടെ ഇത്രയും ഹീറ്റ് ആവണുണ്ട്. ആ ഒരു ഹീറ്റിങ്ങേ ഉള്ളൂ. അല്ലാതെ ഫോൺ ഓവറോൾ ഹീറ്റായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇത്ര യൂസ് ചെയ്തിട്ട്. മാക്രോ ഫോട്ടോഗ്രാഫിയാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 20K ബഡ്ജറ്റിന് ഇറ്റ്സ് ഓക്കെ. പിന്നെ വീഡിയോ റെക്കോർഡിങ് വലിയ സുഖം തോന്നിയിട്ടില്ല. 1080p 30 നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. 60യും 4K 30യേ ഉള്ളൂ. പിന്നെ പറഞ്ഞത് ഫോട്ടോഗ്രാഫിക്കാണെങ്കിലും കുഴപ്പം ഇല്ല. ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് മാക്രോ ഈസ് ലൈക്ക് പൊളിയട. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാക്രോ. പിന്നെ AMOLED ഡിസ്പ്ലേ അത് അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ്സിൽ നിന്ന് കുറഞ്ഞിട്ടൊന്നുമില്ല, പക്കയായിട്ട് കിടക്കണുണ്ട്. പിന്നെ നൈറ്റ് മോഡിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒരു ഷോർട്ട്സ് ആയിട്ട് ചെയ്യാം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. 5G ആണ്, കുഴപ്പമില്ല. ഒരു നോർമൽ യൂസിന് നല്ലതാണ്. പക്ഷേ മാക്രോയും പിന്നെ മറ്റേ AI സെറ്റപ്പ് കിടിലോടെ. ആകാശം മാറും, മറ്റേ ആ പാട്ടൊക്കെ ഉണ്ടല്ലോ വെച്ച് കീച്ച. പിന്നെ അത് തന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും. വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഗൈസ്, നമുക്ക് ചെയ്യാം. ഷോർട്സിൽ കുറച്ച് സാധനങ്ങളും കൂടെ ഇട്ടേക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഫോണ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്, നമുക്ക് ചെയ്യാം. അപ്പോൾ ശരി, ബൈ.